ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഗുൽഫി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ചൂട് സമയത്ത് നമുക്കിതുപോലെ തണുത്തതൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഞാനിത് ഗുൽഫി മൗൾഡും അതുപോലെ സ്റ്റിക്കും ഒന്നും തന്നെ ഇല്ലാതെ സാധാരണ സ്റ്റീൽ ഗ്ലാസ്സിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഗുൽഫി ഐസ്ക്രീമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.25 ലിറ്റർ അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പാക്കറ്റ് പാലാണ്. നല്ല കട്ടിയായിട്ടുള്ള ഒട്ടും വെള്ളം ചേർക്കാത്ത പാലാണ് ഇതിന് വേണ്ടത്. ഈ ഒരു കണക്കനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഗുൽഫി ഐസ്ക്രീമിന് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഈ പാല് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പാട കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നന്നായി തിളയ്ക്കുന്നതിന് മുമ്പ് ഈ ഒരു പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പാൽപ്പൊടിയാണ്. ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താലേ പാൽപ്പൊടി നന്നായിട്ട് അലിഞ്ഞു ചേരുള്ളൂ. നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കട്ടയായി പോവും. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള പാൽപ്പൊടിയുടെ അളവ് 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് പാൽപ്പൊടിയാണ്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു 1.25 ലിറ്റർ അളവിലുള്ള പാലിനാണ് ഇത്രയും പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കണക്കനുസരിച്ച് നമ്മൾ എത്രയാണോ പാലെടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കറക്റ്റാക്കി ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഗുൽഫി ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ നല്ല കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനായിട്ട് സ്പാച്ച് വെച്ചാകുമ്പോൾ പറ്റത്തില്ല. ഒന്ന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് നല്ല പോലെ ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സ്പാച്ച് വെച്ച് ഇളക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തും പിന്നീട് നല്ല പോലെ തിളച്ച് പാല് പൊങ്ങി പോകുന്ന രീതിയിലാവുമ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ടും അങ്ങനെ മാറിയും തിരിഞ്ഞും നമുക്കിതിൻ്റെ പകുതിയോളം ഒന്ന് വറ്റിച്ചെടുക്കണം. ആ ഒരു പരുവത്തിൽ നമ്മൾ ഇതിനെ റെഡിയാക്കി എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് പരുവത്തിന് ഗുൽഫി ഐസ്ക്രീം റെഡിയായി കിട്ടുള്ളൂ. അങ്ങനെ ഞാനിപ്പോൾ ഫ്ലെയിം കൂട്ടിയും കുറച്ചും മാറി മാറി വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ പകുതിയോളം വറ്റിച്ച് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1-2 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ കട്ടയായി പോവും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ്സിലോ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കാവുന്നതാണ്. പെട്ടെന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചിലപ്പോൾ ഗുൽഫി മോൾഡും സ്റ്റിക്കൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്റ്റീൽ ഗ്ലാസ്സിൽ തയ്യാറാക്കി എടുത്താൽ മതി. അതുപോലെ സ്റ്റിക്കിന് പകരമായിട്ട് നമുക്കിത് കയ്യിലെടുത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റീലിൻ്റെ സ്പൂണൊന്ന് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ബാക്ക് വശം നമുക്ക് പിടിച്ചെടുത്തിട്ട് കഴിക്കാനും എളുപ്പമാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അത് നല്ലതായിരിക്കും. ഇപ്പോൾ ഞാനിതാ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് തലേ ദിവസം വൈകിട്ട് 5 മണിക്കാണ് ഇത് ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നത്. അത് ഞാൻ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ്. അതായത് 15 മണിക്കൂറായപ്പോഴാണ് ഇത് കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുള്ളത്. ഓരോരുത്തരും എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ടൈമും വ്യത്യാസം വരും. അപ്പോൾ ഞാനിതുപോലെ സെറ്റാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കതൊന്ന് ഇളകി കിട്ടാനായിട്ട് ഇതുപോലെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഈ ഒരു ഗ്ലാസ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. 1-2 സെക്കൻഡ് മാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അതെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു സ്പൂണിലൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കുമ്പോഴേക്ക് അത് നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ കിട്ടും. ഇതുപോലെ തന്നെ എല്ലാം ഇളക്കിയെടുത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഗുൽഫി ഐസ്ക്രീം റെഡിയായി കിട്ടി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.